കുഞ്ഞപ്പന്നോ ഹലോ 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 ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഫാൻസിനെ കണ്ടുകൊണ്ട് കയറി വരുന്നതിൽ വലിയ അഭിമാനം. ചാരുദാർ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് പറയാനുള്ളത് ഫാൻസിനോട്? ഞാൻ ഇവരോട് ചോദിച്ച സമയത്ത് നിങ്ങളെങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോ കുമ്പങ്ങാട് തറവാട്ടിന്ന് ഇപ്പച്ചും ഞാനും ഇവിടെ വന്നിട്ടുണ്ട്. മാന്യ സദസ്സിന് വന്ദനം, അങ്ങനെ തന്നെ പറയില്ലല്ലേ? അപ്പൊ ഇത്രയും നേരങ്ങളെ ഞങ്ങളെ കാത്തിരിക്കാനോ ആണോ? അപ്പൊ ഒന്ന് നോക്കി അടിച്ചു പൊളിച്ച് തകർത്തടിച്ചു പോയാലോ? അങ്ങനെയല്ലേ? അപ്പൊ ആദ്യം തറവാട്ടിൽ ഉപ്പച്ചിക്കത്ത പറയാനുള്ള കേൾക്കണ്ടേ? എന്നാ കൊമ്പങ്കാട് ഉപ്പച്ചിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്താണ്. ഹലോ 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 കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും ഇതിന്റെ പേര് പഠിച്ചിട്ടാണ് ഞാൻ കുറച്ചൊന്നും ബബ്ലു കിഡ്സ് ടോയ്സ് ആൻഡ് ഗാലറി. എന്തായാലും ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ ഈ മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല. അതിലേറെ സന്തോഷം. എന്തൊരു പൂക്കളൊക്കെ ആ കുട്ടികൾ. അപ്പോ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള ഓരോ അവസരങ്ങളും ഓരോ കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാർ ഞങ്ങളതിലേറെ നിങ്ങളാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ തച്ചിക്കാണ് ഞാൻ ഡ്രമ്മൊക്കെ ഉള്ളത്. കണ്ടിട്ടോ? ആ അങ്ങനത്തെ അടി ഇഷ്ടല്ലേ? അങ്ങനെ തല്ലണം നല്ല ഇഷ്ടം. ആ എന്നാലേ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യല്ലേ?
പക്ഷേ ആ ആദ്യം കൊമ്പനാട് തറവാട് നല്ലൊരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി സ്റ്റാർട്ട് ചെയ്താലോ? അത് ഒരു പാടും പാടൂലേ? എന്റെ ഒപ്പം പാടുവോ? പാടാതെ നല്ല എനർജി ഉണ്ടല്ലോ. നല്ലൊരു കൈ അടിച്ചാൽ കൈ അടിച്ചാൽ എന്താ സംഭവം ഇതിലേറെ സൗണ്ട് ഉണ്ടാവും. ഇവർക്ക് കൈ പൊങ്ങുന്നില്ല, അത്രയും ആൾ നിൽക്കണം. ഇങ്ങനെ കേൾക്കണം. അല്ല ഒരിക്കും പിള്ളേരൊക്കെ അറിയും. അതുള്ളത് നല്ല കളിച്ചിട്ടുണ്ട്. ആരാടാ അത്? അതാ അന്നെ ഞാൻ കണ്ടു. അപ്പൊ തുടങ്ങല്ലേ? എന്റെ കൂടെ പാടുവോ? റെഡി? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ. ആ നിങ്ങൾക്ക് നിങ്ങളെന്നെ കൈയടിച്ചു. അതെ, അപ്പോ നാസിക്കിനോളം അർത്ഥം കൂട്ടുണ്ടെങ്കിൽ പോകണ്ടി. അതിനെപ്പറ്റി ഞാനൊരു കാര്യം പറയാനുണ്ടോ? അതാ വെയിലുണ്ടിട്ടല്ലാത്ത കണ്ടറിയാം. ശരി, കൊറേ നേരമായി കാത്തി കിടങ്ങിയിട്ടില്ല. സോറി ഞങ്ങളെ അതാ പഠിച്ചാൽ കിട്ടിയില്ലേ? ആ എന്നാ മതി. അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ, തുടങ്ങി മതി മതി. എല്ലാരും വന്നിട്ടുണ്ട്. തുടങ്ങില്ലെന്നാ നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടേ? അടിയൊന്നുമില്ല. ഞാൻ എന്താ വേണ്ടേ? അടിയല്ലാത്ത എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചു. അടി അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ പാട്ടോ? പാട്ട് നമുക്ക് പാടാം. ആ വീഡിയോത്തെ 2-3 ഡയലോഗ് ആയാലോ? നമുക്ക് ആ കാക്കാരോട് മാറിക്കാണ് കുട്ടികൾ. അപ്പോ തമിഴ് സിനിമയില് ഉലക നായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കണ്ടിട്ടോ? ഉപരി കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്. തന്നെ ആ കേട്ടുക്കോ? അപ്പൊ അതിന്റെ മുന്നേ 2-3 ഡയലോഗുകളൊക്കെ ഉണ്ട്. ആ പാട്ടും ആ സൗണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യോ? ഉറപ്പ്? റെഡി? കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே இல்லை கடிதாசன் கடிதமே இருக்கட்டும் படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டாவே படிச்சிட்டியா? இப்போ நானும் இங்கே கண்மணி போட்டல, அடுத்தது பொன்மணின்னு போட்டுக்கும். பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினச்சி பார்க்கும்போது மனசில் நெஞ்சு அறுவை மாறி கொட்டுது. ஆனால் அதை எழுதணும்னு உட்காரும்போது அந்த எழுத்து தான் மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தான் புனிதமானது. താങ്ക് യു. ഇഷ്ടമായോ? അതൊക്കെ ഒന്നേ കയ്യടിക്കേ. ഇതില് നറുക്കെടുപ്പുണ്ടല്ലേ? അതൊന്നും എടുത്താലോ? നമുക്ക് എടുക്കല്ലേ? എടുക്കാനായോ? എങ്ങനെയാണ് ചോദിച്ചോളൂ. നറുക്കെടുപ്പ് എടുക്കാനുള്ള കൊണ്ടുവന്നാൽ നല്ല പ്രശ്നമാവുന്നുണ്ട്. സോ നമ്മുടെ എടുത്തോടുത്താ പപ്പുചേട്ടൻ്റെ സൗണ്ട്. പപ്പുചേട്ടൻ്റെ 2 വെർഷനാണ്. 2 സൗണ്ട് ഉണ്ടായിക്കോട്ടെ. ഒന്ന് കോമഡി ഉണ്ടായിക്കോട്ടെ, സാഡും ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് ഏതാ വേണ്ട? ആദ്യം കോമഡി വേണോ സാഡ് വേണോ? കോടതി. കോടതി കോമഡി. അപ്പോൾ ആദ്യമായിട്ട് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ പപ്പുചേട്ടൻ്റെ ചെറിയൊരു ഡയലോഗ്. ഓക്കെ അല്ലേ? തുടങ്ങട്ടെ? ദാസപ്പൂ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാണ്. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിൻ്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിടത്ര മോശമൊന്നല്ല. താങ്ക് യു. സൗണ്ട് വേണ്ട, ഒരൊറ്റ ഒന്നിനും കൈയടിച്ചാൽ മതി. പിന്നെന്തിനാ അടുക്കള നടക്കും? അതാണ്
പറഞ്ഞെടുക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കോ? ഇവിടെ ഉള്ളവരൊക്കെ നിൽക്കണോക്കിയാ ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ഒരു 6 ആൾക്കാർ എന്താ അടങ്ങിക്കേ, പോകുമ്പോ കജ്ജും കാലം ഒക്കെ തരാം പോരെ. ആ അടുത്തത് എന്തേലും പറഞ്ഞേ നമ്മള് ദി കിങ് എന്ന് പറഞ്ഞ സിനിമല്ലേ, അതിൽ പപ്പു ചേട്ടൻ്റെ സാഡ് ആയിട്ട് കണ്ട്. അപ്പൊ കോമഡി കേട്ടു. ഇനി അടുത്തൊരു സങ്കടമാണ് അല്ലേ? നല്ലേ അല്ലേ? അപ്പോൾ മമ്മൂക്കൻ്റെ കൂടെ ഇരുന്നാണ്ട് ദി കിങ് എന്ന് പറഞ്ഞ സിനിമയിൽ കരഞ്ഞിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്. കറക്റ്റ് ആണെന്ന് നിങ്ങളൊക്കെ ഒന്ന് കൈയടിച്ച് എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അത് കറക്റ്റ് ആയിട്ടില്ല. എന്നാ തുടങ്ങട്ടെ. ഇരുപുറം 2 ആളുകൾ വന്നിട്ട് എൻ്റെ 2 കൈയും ചവിട്ടിയാണ്ട് പിടിക്കും. പിന്നെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ദാ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ഗിറാന്ന് വായിലൊടിയുന്ന ശബ്ദം. 1 2 മാഷേ, 9 ചവിട്ടി ഓടിച്ചത് 9 അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോൾ അറിയാതെ എൻ്റെ 2 കണ്ണും നിറഞ്ഞുപോയി. കഴിഞ്ഞത് അറിയിട്ടാണ് പോരെ. അപ്പോൾ ഓക്കെ.